2 മക്കബായർ അധ്യായം 5. ഇക്കാലത്ത് അന്ത്യോക്കസ് രണ്ടാമതും ഈജിപ്തിനെ ആക്രമിച്ചു. ജെറൂസലം നഗരത്തിനു മുകളിൽ 40 ദിവസം ദർശനമുണ്ടായി. സുവർണ കവചം ധരിച്ച അശ്വസേന കുന്തങ്ങളും ഊരിയും ആളുമേന്തി ആകാശത്തിലൂടെ സംഘങ്ങളായി പായുന്നത് ദൃശ്യമായി. കുതിരപ്പട അണിനിരന്നു. ആക്രമണവും പ്രത്യാക്രമണവും എല്ലായിടത്തും. പരിചകൾ വീശി കുന്തങ്ങളും ശൂലങ്ങളും ചുഴറ്റിയെറിഞ്ഞു. സ്വർണവിഭൂഷകൾ തിളങ്ങി, പടച്ചട്ടകൾ മിന്നി. ആ ദൃശ്യം ശുഭശകനമായി തീരാൻ എല്ലാവരും പ്രാർത്ഥിച്ചു. അന്ത്യോക്കസ് അന്തരിച്ചു എന്നൊരു വ്യാജശ്രുതി പരന്നു. ജാസൻ 1000 കുറയാത്ത സൈന്യത്തെ ശേഖരിച്ച് നഗരത്തിൽ മിന്നലാക്രമണം നടത്തി. അവർ കോട്ടയിൽ സ്ഥാനമുറപ്പിച്ചിരുന്ന സേനയെ തോൽപ്പിച്ച് നഗരം പിടിച്ചടക്കി. മെനലാവൂസ് കോട്ടയിൽ അഭയം തേടി. ജാസൻ സഹപൗരന്മാരെ ഇടവിടാതെ കൊന്നൊടുക്കി. സ്വജനങ്ങളെ വധിച്ച് നേടുന്ന വിജയം ഏറ്റവും വലിയ നിർഭാഗ്യമാണെന്ന് അവൻ മനസ്സിലാക്കിയില്ല. ശത്രുക്കളുടെ മേലാണ്, സ്വജനത്തിൻ്റെ മേലല്ല വിജയക്കൊടി നാട്ടുന്നതെന്ന് അവൻ സങ്കല്പിച്ചു. പക്ഷേ ഭരണം കൈക്കലാക്കാൻ അവന് കഴിഞ്ഞില്ല. ഉപജാപം കൊണ്ട് അപമാനം മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. അവന് അമ്മോന്യരുടെ ദേശത്തേക്ക് വീണ്ടും പലായനം ചെയ്യേണ്ടി വന്നു. അവൻ്റെ അവസാനം അതിദയനീയമായിരുന്നു. അറേത്താസ് എന്ന അറബി രാജാവിൻ്റെ മുൻപിൽ അവനെതിരെ കുറ്റം ആരോപിക്കപ്പെട്ടു. ജനങ്ങളാൽ അനുധാവനം ചെയ്യപ്പെട്ട് അവൻ നഗരത്തിൽ നിന്ന് നഗരത്തിലേക്ക് പലായനം ചെയ്തു. നിയമലംഘകനായ അവനെ സർവരും വെറുത്തു. സ്വരാജ്യത്തിൻ്റെയും സ്വസഹോദരരുടെയും ഘാതകനായ അവൻ്റെ നേരെ എല്ലാവർക്കും അറപ്പ് തോന്നി. ഒടുവിൽ അവൻ ഈജിപ്തിലേക്ക് നിഷ്കാസിതനായി. സ്പാർത്താക്കാരുമായുള്ള ചാർച്ച നിമിത്തം അവിടെ അഭയം ലഭിക്കുമെന്ന് പ്രത്യാശിച്ച് അങ്ങോട്ട് അവൻ കപ്പൽ കയറി. വളരെ പേരെ നാടുകടത്തിയ അവൻ പ്രവാസിയായി തന്നെ മരിച്ചു. പല മൃതർക്കും സംസ്കാരം നിഷേധിച്ച അവൻ വിലപിക്കാൻ ആരുമില്ലാതെ മരിച്ചു. സംസ്കാരമോ പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ ഇടമോ അവന് ലഭിച്ചില്ല. സംഭവങ്ങൾ കേട്ട രാജാവ് യൂദയ കലാപത്തിലാണെന്ന് ധരിച്ച് ജ്വലിക്കുന്ന കോപത്തോടെ ഈജിപ്തിൽ നിന്ന് വന്ന് മിന്നലാക്രമണം നടത്തി നഗരം പിടിച്ചടക്കി. വഴിയിൽ കാണുന്നവരെയും വീടുകളിൽ അഭയം തേടുന്നവരെയും നിർദ്ദയം വധിക്കാൻ അവൻ ഭടന്മാർക്ക് കൽപ്പന നൽകി. അങ്ങനെ യുവാക്കളും വൃദ്ധരും വധിക്കപ്പെട്ടു. ബാലകരും സ്ത്രീകളും കുട്ടികളും വാളിനിരയായി. കന്യകകളും ശിശുക്കളും കൊല്ലപ്പെട്ടു. 3 ദിവസം കൊണ്ട് 80,000 പേരെ അവൻ നാമാവശേഷരാക്കി. നേർക്കുനേരെയുള്ള പോരാട്ടത്തിൽ 40,000 കൊലപ്പെടുത്തി അത്രയും പേരെ അടിമകളായി വിറ്റു. ഇതുകൊണ്ടും തൃപ്തി വരാത്ത അന്ത്യോക്കസ് നിയമലംഘകനും രാജ്യദ്രോഹിയുമായ മെനലാവൂസിൻ്റെ സഹായത്തോടെ ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ ദേവാലയത്തിൽ പ്രവേശിക്കാൻ ധൈര്യപ്പെട്ടു. അവൻ തൻ്റെ മലിനകരം കൊണ്ട് വിശുദ്ധ പാത്രങ്ങളെടുത്തു. വിശുദ്ധ സ്ഥലത്തിൻ്റെ മഹിമയും പൂജ്യതയും വർദ്ധിപ്പിക്കാൻ രാജാക്കന്മാർ അർപ്പിച്ചിരുന്ന സ്വാഭീഷ്ട കാഴ്ചകൾ പങ്കിലകരങ്ങളാൽ അവൻ തൂത്തുവാരി. നഗരവാസികളുടെ പാപം നിമിത്തം കർത്താവ് അല്പനേരത്തേക്ക് കുപിതനായി സ്ഥലത്തെ അവഗണിച്ചതാണെന്ന് അഹങ്കാരത്തള്ളലാൽ അന്ത്യോക്കസിന് ഗ്രഹിക്കാനായില്ല. അവർ അനവധി പാപങ്ങളിൽ മുഴുകിയിരുന്നില്ലെങ്കിൽ അന്ത്യോക്കസ് വന്നയുടനെ കർത്താവ് അവനെ പ്രഹരിച്ച് അവിവേകത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുമായിരുന്നു. അങ്ങനെയാണല്ലോ ഭണ്ഡാര പരിശോധനയ്ക്ക് സെല്യൂക്കസ് നിയോഗിച്ച ഹെലിയോദോറസിന് സംഭവിച്ചത്. കർത്താവ് വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല, ജനത്തിനു വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതിനാൽ ജനത്തിൻ്റെ കഷ്ടതകളിലും ഐശ്വര്യത്തിലും ആ സ്ഥലവും പങ്കുചേർന്നു. സർവശക്തൻ ക്രോധത്താൽ പുറന്തള്ളിയതിനെ പരമോന്നതനായ അവിടുന്ന് ജനത്തോട് അനുരഞ്ജനപ്പെട്ടപ്പോൾ അതിൻ്റെ സർവമഹത്വത്തിലും പുനഃസ്ഥാപിച്ചു.
അഹങ്കാരോന്മത്തനായ അന്ത്യോക്കസ് കരയിൽ നീന്താനും കടലിൽ ഓടാനും കഴിയുമെന്ന് കരുതി. ദേവാലയത്തിൽ നിന്ന് 1800 താലന്ത് കൈക്കലാക്കി. അന്ത്യോക്യയിലേക്ക് തിടുക്കത്തിൽ പോയി. ജനങ്ങളെ പീഡിപ്പിക്കാൻ അവൻ ദേശാധിപതികളെ നിയോഗിച്ചു. ഫ്രീജിയക്കാരനും സ്വഭാവത്തിൽ തന്നെക്കാൾ കിരാതനുമായ ഫിലിപ്പിനെ ജെറുസലമിലും അന്ത്രോണിക്കൂസിനെ ഗെരിസമിലും നിയോഗിച്ചു. അവർക്ക് പുറമെ മെനലാവൂസിനെയും നിയമിച്ചു. അവൻ മറ്റാരെയുംകാൾ കൂടുതലായി സഹപൗരന്മാരുടെ മേൽ സ്വേച്ഛാധികാരം പ്രയോഗിച്ചു. യഹൂദ പൗരന്മാരുടെ നേരെയുള്ള ദുഷ്ടത നിമിത്തം അന്ത്യോക്കസ് പ്രായപൂർത്തിയായ പുരുഷന്മാരെ കൊല്ലാനും സ്ത്രീകളെയും ബാലകരെയും അടിമകളായി വിൽക്കാനും ആജ്ഞാപിച്ച് മെസ്സിയരുടെ നായകനായ അപ്പൊളോണിയൂസിനെ 20,000 സൈനികരുമായി അയച്ചു. ഇവൻ ജെറുസലമിലെത്തി വിശുദ്ധ സാബത്ത് ദിവസം വരെ സഖ്യം നടിച്ച് കാത്തിരുന്നു. അന്ന് യഹൂദർ ജോലിയിൽ നിന്ന് വിരമിച്ചിരിക്കുന്നത് കണ്ട് അവൻ സൈനികരോട് ആയുധധാരികളായി അണിനിരന്ന് നീങ്ങാൻ ആജ്ഞാപിച്ചു. അവരെ കാണാൻ പുറത്തിറങ്ങിയവരെ വാളിനിരയാക്കിയതിനു ശേഷം സായുധ ഭടന്മാരോടുകൂടെ അവൻ നഗരത്തിലേക്ക് തള്ളിക്കയറി വളരെ പേരെ വധിച്ചു. എന്നാൽ യൂദാസ് മക്കബേയുസ് 9 സുഹൃത്തുക്കളുമായി കാട്ടിൽ അഭയം തേടി. മലിനരാകാതിരിക്കാൻ വേണ്ടി കാട്ടുസസ്യങ്ങൾ ഭക്ഷിച്ച് അവർ വന്യമൃഗങ്ങളെപ്പോലെ മലകളിൽ ജീവിച്ചു. Chapter 5. About this time Antiochus sent his second expedition into Egypt. It then happened that all over the city for nearly 40 days there appeared horsemen charging in mid-air, clad in garments interwoven with gold, companies fully armed with lances and drawn swords, squadrons of cavalry in battle array, charges and countercharges on this side and that, with brandished shields and bristling spears, flights of arrows and flashes of gold ornaments, together with armor of every sort. Therefore all prayed that this vision might be a good omen. But when a false rumor circulated that Antiochus was dead, Jason gathered fully 1,000 men and suddenly attacked the city. As the defenders on the walls were forced back and the city was finally being taken, Menelaus took refuge in the citadel. Jason then slaughtered his fellow citizens without mercy, not realizing that triumph over one's own kindred was the greatest failure, but imagining that he was winning a victory over his enemies, not his fellow countrymen. Even so, he did not gain control of the government, but in the end received only disgrace for his treachery, and once again took refuge in the country of the Ammonites. At length he met a miserable end, called to account before Aretas, king of the Arabs. He fled from city to city, hunted by all men, hated as a transgressor of the laws, abhorred as the butcher of his country and his countrymen. After being driven into Egypt, he crossed the sea to the Spartans, among whom he hoped to find protection because of his relations with them. There he who had exiled so many from their country perished in exile, and he who had cast out so many to lie unburied went unmourned himself, with no funeral of any kind or any place in the tomb of his ancestors. When these happenings were reported to the king, he thought that Judea was in revolt. Raging like a wild animal, he set out from Egypt and took Jerusalem by storm. He ordered his soldiers to cut down without mercy those whom they met, and to slay those who took refuge in their houses. There was a massacre of young and old, a killing of women and children, a slaughter of virgins and infants. In the space of 3 days, 80,000 were lost, 40,000 meeting a violent death, and the same number being sold into slavery. Not satisfied with this, the king dared to enter the holiest temple in the world. Menelaus, that traitor both to the laws and to his country, served as guide. He laid his impure hands on the sacred vessels, and gathered up with profane hands the votive offerings made by other kings for the advancement, the glory, and the honor of the place. Puffed up in spirit, Antiochus did not realize that it was because of the sins of the city's inhabitants that the Lord was angry for a little while, and hence disregarded the holy place. If they had not become entangled in so many sins, this man, like Heliodorus,
who was sent by King Seleucus to inspect the treasury, would have been flogged and turned back from his presumptuous action as soon as he approached. The Lord, however, had not chosen the people for the sake of the place, but the place for the sake of the people. Therefore the place itself, having shared in the people's misfortunes, afterward participated in their good fortune, and what the Almighty had forsaken in his anger was restored in all its glory, once the great sovereign became reconciled. Antiochus carried off 1,800 talents from the temple, and hurried back to Antioch. In his arrogance he planned to make the land navigable and the sea passable on foot, so carried away was he with pride. But he left governors to harass the nation. At Jerusalem, Philip, a Phrygian by birth, and in character more cruel than the man who appointed him, at Mount Gerizim, Andronicus, and besides these Menelaus, who lorded it over his fellow citizens worse than the others did. Out of hatred for the Jewish citizens, the king sent Apollonius, commander of the Mysians, at the head of an army of 22,000 men, with orders to kill all the grown men and sell the women and young men into slavery. When this man arrived in Jerusalem, he pretended to be peacefully disposed and waited until the holy day of the Sabbath. Then, finding the Jews refraining from work, he ordered his men to parade fully armed. All those who came out to watch he massacred, and running through the city with armed men he cut down a large number of people. But Judas Maccabeus, with about 9 others, withdrew to the wilderness, where he and his companions lived like wild animals in the hills, continuing to eat what grew wild to avoid sharing the defilement.